ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാറ വ്ളോഗ്സ്. ഇന്ന് ഞാനൊരു സഹോദയ കോമ്പറ്റീഷന് പോവാണ്. എനിക്കിവിടെ 2 ദിവസമാണ് പോകേണ്ടത്. ഇന്ന് ഡേ 1 ആണ്. ഇന്ന് ഭരതനാട്യത്തിനാണ് പോകേണ്ടത്. മറ്റന്നാള് ഗ്രൂപ്പ് ഡാൻസിനും പോകണം. എപ്പോഴാണ് ചെല്ലാൻ പറഞ്ഞു. ഇവിടെ അടുത്തുള്ള ഒരു മേക്കപ്പ് സാറിന്റെ വീട്ടിലാണ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവാറ്. ചെന്നുടനെ ഞാൻ ദക്ഷിണ വെച്ച് മേക്കപ്പ് തുടങ്ങി. ഒരു മുഖത്തിട്ടുന്ന സാധനത്തിന്റെ പേരൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും വീഡിയോയിൽ പറയാത്തത്. ഈ വട്ടം ഞാൻ ഫ്രഷ് പൂവാണ് വെച്ചത്. കഴിഞ്ഞ വട്ടം എൻ്റെ അടിക്ക് ഫ്രഷ് പൂ അല്ലായിരുന്നു. അപ്പം ഞാനിവിടെ ചെന്നപ്പോൾ എല്ലാവരും ഫ്രഷ് പൂവൊക്കെയായിരുന്നു വെച്ചത്. അതുകൊണ്ട് ഞാൻ ഈ വട്ടം ഫ്രഷ് പൂ വെച്ചിട്ടാണ് പോയത്. ആയപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ മേക്കപ്പ് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോവാണ്. ചിന്മയ സ്കൂളിൽ വെച്ചാണ് ഈ വട്ടത്തെ ആലപ്പുഴയിലെ CBSE ഡിസ്ട്രിക്ട് കലോത്സവം. ഫോണ് വഴിക്ക് എനിക്ക് റെയിൽവേ ക്രോസ് കിട്ടി. ചെന്നുടനെ തുറന്നതുകൊണ്ട് അവിടെ നിന്ന് പോലെ സമയം കളയേണ്ടി വന്നില്ല. ഞാനിപ്പോൾ 2ാമത്തെ വട്ടമാണ് സഹോദരി പോകുന്നത്. അപ്പം നേരത്തെ പോയൊരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പോണ വഴിക്കും സ്കൂളിൽ ചെന്നിട്ടും ആ പാട്ട് ഇങ്ങനെ 5-6 വട്ടം കേട്ടിരിക്കുവായിരുന്നു. ബൈപ്പാസ് വഴിയാണ് പോയത്. അപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ ആകാശം കാണാൻ നല്ല വ്യൂ ആയിരുന്നു. ബൈപ്പാസ് കയറി പകുതി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കാറിൻ്റെ വിൻഡോ തുറന്നിട്ട് നല്ല കാറ്റും ഉണ്ടായിരുന്നു, വെയിലും ഉണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ വെയിൽ സൺകിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിരുന്നു കൊണ്ട്. ബൈപ്പാസ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ സ്കൂളെത്തി. ഞാൻ കരുതി ഒത്തിരി ദൂരം കാണുമെന്ന്. കഴിഞ്ഞ വട്ടം സെൻറ്റ് അലോഷ്യസിൽ വെച്ചായിരുന്നു. അത് കുറേ ഫോണായിരുന്നു ഇത് ബൈപ്പാസ് കഴിഞ്ഞപ്പോൾ. ഞാൻ അതേപോലെ എന്ന് കരുതി, പക്ഷെ ഇത് പെട്ടെന്ന് എത്തി. ഞാൻ ഇതിനു മുമ്പ് ഈ സ്കൂളിൻ്റെ വാതിക്കൽ കൂടെ പോയപ്പോൾ ഫ്രണ്ടിൽ തന്നെ കുറേ കൊടികൾ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത്രയും കൊടികളൊന്നും കുത്തി വെച്ചിട്ടില്ല. ഗായ്സ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചിന്മയ വിദ്യാലയം CBSE ഡിസ്ട്രിക്ട് സഹോദയ കലോത്സവം ആലപ്പുഴ. ചെന്ന് കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പരിപാടി തുടങ്ങി. 8:30 പ്രോഗ്രാം തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ 9:30 ഫസ്റ്റ് ക്ലസ്റ്റർ എടുത്തു തുടങ്ങിയത്. സെക്കൻഡ് ക്ലസ്റ്റർ 10 മണിയായപ്പോൾ എടുത്തു. വന്നിട്ട് എൻ്റെ ഡാൻസ് ഒരു 10:30 ആയപ്പോഴായിരുന്നു.
അവൾ 5 ഓട്സ് കഴിച്ചിട്ട് പോയതായിരുന്നു, പിന്നെ ഒന്നും കഴിച്ചില്ല. അതുകൊണ്ട് ഡാൻസ് കഴിഞ്ഞ് ഞാൻ ഒരു അട എടുത്ത് കഴിച്ച്. പകുതി കഴിച്ച് കഴിഞ്ഞ് അട നോക്കിയപ്പോഴാണ് കണ്ടത് എൻ്റെ കയ്യിലുള്ള അൽത്തയും ലിപ്സ്റ്റിക്കും എല്ലാം അതിലുണ്ട്. ഞാനതൊക്കെ തിന്നുകയും ചെയ്ത്. ഡാൻസ് കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ പോകണം. ഞാൻ നേരത്തെ വന്നപ്പോൾ ഒരു ഫോട്ടോ എടുക്കില്ലായിരുന്നു. അതുകൊണ്ട് നട്ടുച്ചക്ക് 12 മണിയായപ്പോൾ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പോകുവാണ്. ഉച്ചക്കെടുത്ത് ഞാൻ അടുത്ത ക്യാൻറ്റീനിലേക്ക് പോയി ഒരു ഐസ്ക്രീം വാങ്ങിച്ച് ചേച്ചി. ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ മൂക്കൂത്തിയിൽ കൊള്ളറുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അത് ആദ്യമേ എടുത്ത് കളഞ്ഞ്. നേരത്തെ വെള്ളടൊക്കെ ഒരു കൊടിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് നോക്കിയപ്പോൾ അത് കാണാൻ, അകത്ത് ആ കൊടിയൊക്കെ ഉണ്ടെന്ന്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തലക്ക് ഭ്രാന്ത് പിടിക്കുകയെന്ന്. ഇതെനിക്ക് എങ്ങനെയെങ്കിലും ഊരിക്കളഞ്ഞാൽ മതിയെന്ന്. ഞാൻ അത് അവിടെ നിന്ന് ഇളക്കി ഇരിക്കുന്നു. നല്ല വേദനയായിരുന്നു ഈ കമ്പിശ്രീയുടെ ഒക്കെ തലയിരിക്കണമുണ്ട്. അപ്പോൾ ഒരു 12:30 ആയപ്പോൾ വന്നു. പോണ ഒരിക്കലും ബിരിയാണി വാങ്ങിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നത് എനിക്ക് പരിപാടി കഴിഞ്ഞ് വന്ന ഒരിക്കൽ ബിരിയാണി വാങ്ങിച്ചു തരുന്നു. അതുകൊണ്ട് ഒരു ബിരിയാണി വാങ്ങിച്ചു. വന്ന ഉടനെ തന്നെ മേക്കപ്പ് കളയാൻ തുടങ്ങി. മുടി കഴിക്കാനായിരുന്നു പാട്. അതിൻ്റെ അകത്ത് പിന്നൽ ഊരിയിട്ട് വന്നില്ലായിരുന്നത്. കോർത്തി പിന്നതുകൊണ്ട് മൊത്തം പിന്നൽ അയച്ചാൽ അത് വരത്തുള്ളൂ. അതിരുന്ന് കുറേ നേരം അയച്ചിട്ടും പോകുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ എല്ലാം ഫുഡ് കഴിച്ച് കഴിഞ്ഞാണ് പിന്നലൊക്കെ വന്ന് അയച്ചത്. ഡ്രസ്സൊക്കെ മാറി മേക്കപ്പും കഴിഞ്ഞ് ഇന്ന് എനിക്ക് സ്കൂളിൽ പോകണം. ഇവിടെ ഗ്രൂപ്പ് ഡാൻസിൻ്റെ പ്രാക്ടീസ് എടുക്കും. അപ്പോൾ സ്കൂളിലേക്ക് ചെല്ലണം. സ്കൂളിൽ പോയിട്ട് വരാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. എൻ്റെ വീഡിയോസിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.